നമസ്കാരം. സ്വന്തം മകളെ പീഡിപ്പിച്ച പിതാവിനെതിരെ നൽകിയ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം. 14-കാരിയായ പെൺകുട്ടിയെ സ്വന്തം പിതാവ് പീഡിപ്പിച്ചതായി പരാതി നൽകിയിട്ടും കേസെടുക്കാൻ വടക്കാഞ്ചേരി പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഹൈദരാബാദ് സ്വദേശിയായ മസ്ദാൻ എന്നയാൾക്കെതിരെയാണ് ഇര പരാതിയുമായി എത്തിയത്. ഹൈദരാബാദിൽ വെച്ചും വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചും 9ാം ക്ലാസ്സുകാരിയായ മകളെ പിതാവ് ഗുരുതരമായി പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 13 വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ ജില്ലക്കാരിയായ 19 വയസ്സുകാരിയെ വീട്ടുകാർക്ക് 5000 രൂപ നൽകി ഹൈദരാബാദ് സ്വദേശി വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷം ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് തൃശൂർ ജില്ലയിൽ പല ഭാഗത്തും വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു യുവതി. 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ കൂടാതെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും യുവതിക്കുണ്ട്. 13 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് യുവതിയെയും മക്കളെയും സംരക്ഷിക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനവുമായി എത്തിയതിനെ തുടർന്ന് യുവതി മക്കളോടൊപ്പം ഹൈദരാബാദിലേക്ക് പോയി. എന്നാൽ 14-കാരിയായ പെൺകുട്ടിയെ പിതാവ് നിർബന്ധിച്ച് ഹൈദരാബാദിൽ നിർത്തിയതായിട്ടാണ് പരാതിയിൽ പറയുന്നത്. 2024 ജൂണിലാണ് യുവതിയും മകനും ഹൈദരാബാദിൽ നിന്ന് മടങ്ങിയത്. ഇര നവംബർ ആദ്യവാരമാണ് ഹൈദരാബാദിൽ നിന്നും വന്നത്. ഇതിനിടെ പലതവണ കുട്ടി പിതാവിന്റെ പീഡനത്തിനിരയായതായി ആരോപിക്കുന്നു. നവംബർ 19 ഇരയുടെ മാതാവ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും അതിലും യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. കുട്ടിയുടെ കൈയക്ഷരത്തിൽ നവംബർ 27 എഴുതിയ പരാതി സ്കൂൾ അധികൃതർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നൽകി. എന്നാൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. സ്കൂൾ കൗൺസിലിംഗിനിടയിലാണ് പീഡന വിവരം കുട്ടി അധികൃതരോട് തുറന്നു പറയുന്നത്. തുടർന്ന് നവംബർ 5 പടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. കുട്ടിയെ വിളിച്ച് മൊഴിയെടുത്ത പോലീസ് ആദ്യ മൊഴിയിൽ കുട്ടി മുഴുവൻ പീഡന വിവരങ്ങളും പറഞ്ഞില്ല എന്ന പേരിൽ കേസ് ചാർജ് ചെയ്യാൻ ഇപ്പോഴും മടിക്കുകയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. തനിക്കെതിരെ മൊഴി നൽകിയാൽ അമ്മയെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതുകൊണ്ടാണ് കുട്ടി സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ മടിച്ചതെന്നാണ് സൂചന. പോലീസിൽ പരാതി നൽകിയതായി അറിഞ്ഞതോടെ യുവതിയെ അപായപ്പെടുത്താൻ ഭർത്താവ് ശ്രമം തുടങ്ങി. കെട്ടിയിട്ട നിലയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. എന്നാൽ നാട്ടുകാർ ചേർന്ന് ഇത് തടയുകയായിരുന്നു. ഹൈദരാബാദ് പോലീസ് എന്ന് അവകാശപ്പെട്ടാണ് ഇയാൾ വീട്ടിലെത്തിയത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 27 പവൻ സ്വർണവും 2.25 ലക്ഷം രൂപയും കവർന്ന കേസിലെ പ്രതിയാണ് യുവതിയെന്നാണ് ഇവർ പറയുന്നത്. പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യുവതിയെ തട്ടിക്കൊണ്ടുപോകാനാണ് തെലങ്കാന പോലീസ് എന്ന വ്യാജന എത്തിയവരുടെ ശ്രമമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പോലീസ് പോക്സോ കേസ് എടുത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീണ്ടും ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് യുവതിയെ ഹൈദരാബാദ് പോലീസ് എന്ന് അവകാശപ്പെടുന്നവർ ഹൈദരാബാദിലേക്ക് കടത്തി. കഴിഞ്ഞ 18 രാത്രിയിലാണ് യുവതിയുമായി പോലീസ് തെലങ്കാനയിലേക്ക് പോയത്. എന്നാൽ യുവതിയെ ഇതുവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. യുവതിയെ ഭർത്താവ് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും വീഡിയോ കോളിലൂടെ യുവതിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയാണെന്നും കുട്ടികൾ പറയുന്നു. മാതൃ സഹോദരിയുടെ സംരക്ഷണയിലാണ് കുട്ടികൾ ഇപ്പോൾ താമസിക്കുന്നത്. കുട്ടികളെ ഹൈദരാബാദിൽ എത്തിക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെടുന്നത്. ഇതിനുവേണ്ടി കൂടിയാണ് കള്ളക്കേസിൽ കുടുക്കി യുവതിയെ ഹൈദരാബാദിലേക്ക് കടത്തിയതെന്നാണ് വിവരം.